ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് അഗ്നിനക്ഷത്രത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അഗ്നിനക്ഷത്ര സമയകാലങ്ങളിൽ വെള്ളം കൂടുതലായി കുടിക്കുക. കരിക്ക് അല്ലെങ്കിൽ ഇളനീർ, നൊങ്ക്, വാട്ടർമെലോൺ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. രാവിലെ 11 മണി മുതൽ വൈകിട്ട് ഒരു 4 മണി വരെ പുറത്ത് കറങ്ങി നടക്കുന്നത് കുറച്ച് ഒഴിവാക്കാം. ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ്, എക്സിക്യൂട്ടീവ്സ് ഇവർക്കൊക്കെ പുറത്ത് പോകേണ്ട കാര്യങ്ങളുള്ളത് കൊണ്ട് ഇത് എല്ലാവർക്കും സൗകര്യപ്പെടണമെന്നില്ല. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടുതലായിട്ടും കുമ്പളങ്ങ, വെള്ളരിക്ക, ചൗച്ചൗ, നൂർക്കോൽ ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ നീര് കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അത് സ്പ്രെഡാവും. രാത്രി ഒത്തിരി നേരം ലേറ്റ് നൈറ്റായിട്ട് ഉറങ്ങാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ നോക്കുക. ചൂടുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. എന്നാൽ ചിലർ വന്നിട്ട് ചൂടോടെ കഴിച്ചാലേ അവർക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഈ അഗ്നിനക്ഷത്രക്കാലത്ത് ചൂട് നമുക്ക് കൂടുതലാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ചൂട് കുറച്ച് കഴിക്കുക. മധുരപാനീയങ്ങൾ ഒഴിവാക്കുക. അതായത് നമ്മൾ ജ്യൂസ്, പലവിധമായ നമ്മൾ വന്നിട്ട് ജ്യൂസുകൾ കിട്ടാറുണ്ട് കടയിൽ. അതൊക്കെ വാങ്ങിച്ചു വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് കുടിക്കാറുണ്ട്. അതിന് പകരം ലെമൺ അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി അതിൽ വന്നിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൂളിങ്ങിന് വേണ്ടി നമ്മൾ കഴിക്കുമ്പോൾ മറുപടിയും ദാഹം എടുക്കാതെ കഴിക്കും. കറുപ്പ് നിറ ഡ്രസ്സുകൾ കഴിവതും ഒഴിവാക്കുക. വീട്ടിൽ കുടങ്ങളിൽ വെള്ളം വെച്ച് കുടിക്കുന്നതും നമുക്ക് ഒരു നല്ല ചേഞ്ചാണ്. എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ നമുക്കത് അത്ര എഫക്റ്റ് ആവില്ല. മൺപാനത്തണ്ണി നന്നായിരിക്കും. AC 18, 17 ഇതിലൊന്നും വെക്കാതെ ഒരു 24 വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് കുറച്ച് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു ഡീഹൈഡ്രേഷൻ മാതിരി വരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അകത്ത് തണുപ്പും പുറത്ത് ഭയങ്കര ചൂടും. നമ്മുടെ ശരീരത്തിൻ്റെ താപനില അതിനെ അബ്സോർബ് ചെയ്യാൻ കുറച്ച് ശ്രമിക്കുമല്ലോ. അതുകൊണ്ടാണ് ചൂടുകാലം സൂക്ഷിച്ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി വെക്കേഷൻ ഡേയ്സ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.